ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നാണ്. യോഗത്തിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി, ജയിൽ ഡിഐജിമാർ, സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം. മേഘ്ന മുരളി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഇപ്പോൾ അരുൺ പൂപ്പറമ്പ പറയുകയായിരുന്നു, പലതരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ വന്നിട്ടുണ്ട്, അക്കാര്യം അത് കൂടുതൽ പരിശോധിക്കണം, നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കൊടും കുറ്റവാളിക്ക് ഇങ്ങനെ രക്ഷപ്പെടാമെങ്കിൽ നമ്മുടെ ജയിലുകളിലെ സുരക്ഷ അത് വീണ്ടും പരിശോധിക്കേണ്ടതല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടും. ആരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? എപ്പോഴാണ് ഈ യോഗം തുടങ്ങുക? സ്മിത, തീർച്ചയായും അരുൺ പറഞ്ഞതിന് തുടർച്ച തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ അത് അതീവ ഞെട്ടലോടുകൂടി തന്നെയാണ് പുറം ലോകം അറിഞ്ഞത് എന്നുള്ളതാണ്. കാരണം എങ്ങനെ ഈ അതിതീവ്ര സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്, അതും 10ാം ബ്ലോക്കിൽ നിന്ന് എങ്ങനെ ഈ ഗോവിന്ദചാമിക്ക് പുറത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജയിൽ മേധാവി ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. അതായത് അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ. അതിൽ ഈ ഗോവിന്ദചാമിയെ കിണറിൽ നിന്ന് പിടികൂടുമ്പോൾ അടുത്തു നിന്ന് ഒരു ഭാണ്ഡം കിട്ടിയിരുന്നു. അതിൽ നിന്ന് ഈ ജയിൽ അറകൾ മുറിക്കാനുള്ള ആയുധങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ആയുധങ്ങളടക്കം എങ്ങനെ ശേഖരിക്കാൻ കഴിഞ്ഞു, കൂടാതെ ഈ തുണികൾ എങ്ങനെ ശേഖരിച്ചു, അതുപോലെ മാറി മാറി ധരിക്കാൻ എങ്ങനെ വസ്ത്രം ലഭിച്ചു, ഈ താടി വളർത്തുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതുവരെ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. സദാസമയം CCTV നിരീക്ഷിക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. പക്ഷേ അതൊന്നും പാലിച്ചില്ല, ആർക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൂടാതെ ഇത്ര വലിയൊരു മതിൽ എങ്ങനെ ചാടിക്കടന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള വിലയിരുത്തൽ. അതുപോലെ തന്നെ 4 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് 11 മണിക്ക് ഓൺലൈനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി, ജയിൽ DIG, സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൂടാതെ ഇതിൽ പ്രധാനമായും ഈ ജയിലിൽ മതിയായ സുരക്ഷാ ജീവനക്കാരില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആ കാര്യങ്ങൾ കൂടി, അതായത് എത്ര എണ്ണം അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും അതുപോലെ തന്നെ നടപടികളും ലഭിക്കാനുള്ള, തുടർ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അന്വേഷിക്കുന്നത് ഇതിൽ എത്രത്തോളം, അതായത് അതിതീവ്ര സുരക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രയേറെ സുരക്ഷയുള്ള ജയിൽ എന്ന് പറയുന്നിടത്ത് നിന്ന് എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ സാധിച്ചത്, അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഉന്നതതല യോഗത്തിലും ചർച്ചയാകാൻ പോകുന്നത്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.